നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ രാജ്യത്തിനും അവരുടെ പൗരന്മാരുടെ സുരക്ഷയും സ്വൈര്യ ജീവിതവും പ്രധാനപ്പെട്ടതാണ്. അത് ഹനിക്കപ്പെടുന്ന ഇടത്ത് അവർ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ശത്രുക്കളെ തോൽപ്പിക്കാനും ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ കണ്ട ഓരോ യുദ്ധങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും കാരണമായതും മറ്റൊന്നുമായിരുന്നില്ല. എന്നാൽ എത്ര ശക്തമായ സൈന്യത്തിനും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാങ്കേതിക വിദ്യയുടെ മികവിനും ആയുധങ്ങളുടെ കൃത്യതയ്ക്കും ഒന്നും നാശത്തെയും മരണത്തെയും ഒന്നും തടുത്തു നിർത്താൻ കഴിയുകയുമില്ല. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് 2023 ഒക്ടോബറിൽ കരുത്തരായ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം. തന്റെ മക്കളുടെ സുരക്ഷ ഉറപ്പാക്കി അവരെ ദൈനംദിനം കൈപിടിച്ച് നടത്തുന്നത് സർവശക്തനായ ദൈവം മാത്രമാണ്. മയങ്ങാതെയും ഉറങ്ങാതെയും തന്റെ അജഗണങ്ങളെ പരിപാലിക്കുന്ന ദൈവം. ആ ദൈവീക പരിപാലനത്തിന്റെ സുരക്ഷയിലാണ് കഴിഞ്ഞ ഒരു വർഷം ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. ഈ പുതിയ വർഷത്തിലും ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ന്യൂസ് സ്കാനിലേക്ക് സ്വാഗതം. ദൈവം നൽകിയിട്ടുള്ള ഒരു ആയുഷ്കാലം തീരുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏതൊരു മനുഷ്യന്റെയും അവകാശത്തെ ഇല്ലാതാക്കാൻ ആർക്കും അനുവാദമുള്ള കാര്യമല്ല. ജീവൻ കൊടുക്കുവാൻ കഴിയാത്തവന് ജീവൻ എടുക്കാനും അധികാരമില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുട്ടികളെ അടക്കം നിരപരാധികളായ ജനങ്ങൾ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഒന്നും അറിയാതെ നിൽക്കുമ്പോൾ പാഞ്ഞെത്തുന്ന ഒരു ട്രക്കോ കാറോ അവരെ ചതച്ച് അരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യ ബോംബായി പൊട്ടിച്ചിതറി അവർ ഛിന്നഭിന്നമാകുകയോ ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഇപ്പോൾ സാർവത്രികമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തങ്ങളാണ് ക്രിസ്തുമസ് തലേന്ന് ജർമ്മനിയിലെ മഗ്ഡെബറേഗിലും പുതുവർഷ പുലരിയിൽ അമേരിക്കയിലെ ന്യൂ ഓർലാൻഡ്സ് നഗരത്തിലും അരങ്ങേറിയത്. 2025 എന്ന പുതിയ വർഷം പിറക്കുന്നതിന്റെ ആഹ്ലാദത്തിൽ അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായ ലൂസിയാന സ്റ്റേറ്റിലെ ന്യൂ ഓർലാൻഡ്സ് നഗരത്തിൽ പുതുവർഷം ആഘോഷിച്ചുകൊണ്ട് നിന്ന നിരപരാധികളായ ജനങ്ങളുടെ മുകളിലേക്ക് ഒരുവൻ മാരകമായ വേഗത്തിൽ കാർ ഓടിച്ച് അങ്ങ് കയറ്റുകയായിരുന്നു. ചോരക്കൊതി മൂത്ത ഒരു ഭീകരൻ ഇല്ലാതാക്കിയത് 15 മനുഷ്യ ജീവനുകളെ ആയിരുന്നു. നിരവധി ആളുകൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സാമാന്യബോധമുള്ളവരുടെ ചിന്തകൾ തീവ്രവാദി ആക്രമണത്തിലേക്ക് തന്നെയാണ് പോയത്. അതിന് തീവ്രവാദ ബന്ധമൊന്നും ഇല്ല എന്ന മട്ടിൽ തീവ്രവാദികളുടെ അച്ചാരം പറ്റി മാധ്യമ പണി എടുക്കുന്ന ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ വാർത്തകൾ ഇറക്കിയെങ്കിലും പിന്നാലെ എത്തിയ വസ്തുനിഷ്ഠമായ വാർത്തകൾ കേട്ട് ഏവരും അമ്പരന്നു പോവുകയായിരുന്നു. ഷംസുദ്ദീൻ ജബ്ബാർ എന്ന ഭീകരനായിരുന്നു മനുഷ്യജീവന്റെ മുകളിലേക്ക് കാർ ഓടിച്ചു കയറ്റിയത്. മെക്സിക്കോയിൽ നിന്ന് അഭയാർത്ഥിയുടെ പരിവേഷത്തിൽ അമേരിക്കയിലെത്തി പൗരത്വം നേടി US മിലിറ്ററിയിലടക്കം ജോലി ചെയ്ത ആളായിരുന്നു ഇത്ര നിഷ്ഠൂരമായ കൊലപാതക കർമ്മം നിർവഹിച്ചത് എന്ന് കൂടി കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി. ഇസ്ലാമിതര രാജ്യങ്ങളിൽ അഭയം ചോദിച്ച് എത്തുന്ന റാഡിക്കലൈസ്ഡ് ഇസ്ലാമിസ്റ്റുകൾ ആ രാജ്യത്തിന്റെ സംസ്കാരത്തോട് എത്രയൊക്കെ ഇഴുകിച്ചേർന്നാലും ആത്മാർത്ഥമായി ആ രാജ്യത്തെ സേവിക്കുന്നതായിട്ടുമൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അപ്പോഴും അവരുടെ എല്ലാം ഉള്ളിൽ ഊറിക്കൂടി തണുത്തുറഞ്ഞ് ഒരു വികാരം ഉണ്ടായിരിക്കും, സമ്പൂർണ്ണ തീവ്രവാദത്തിന്റെ വികാരം. അത് ആ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കുക എന്നും അവിടെ ശരീഅത്ത് ഭരണം പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നതുമാണ് എന്ന കാര്യം ഇപ്പോൾ കൂടുതൽ ശക്തവും വ്യക്തവുമായി ഈ ആക്രമണങ്ങളിലൂടെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ കൂടുതൽ നിരപരാധികളെ കൊല്ലും, കൂടുതൽ ചോരപ്പുഴ ഒഴുക്കുകയും ചെയ്തേക്കാം. കാരണം കൂടുതൽ നിരപരാധികളെ കൊല്ലുകയും ആ കൊലപാതക കർമ്മത്തിനിടെ മരണപ്പെടുകയും ചെയ്താൽ വേഗത്തിൽ സ്വർഗപ്രാപ്തി കരഗതം ആക്കാമെന്ന് വിശ്വസിക്കുന്നവർക്ക് മറ്റെന്ത് ആലോചിക്കാനാണുള്ളത്? നാം ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് മുന്നേറ്റങ്ങളും പുരോഗതികളും കൈവരിച്ചാണ് ദിനം പ്രതി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതചര്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. അതൊന്നും ചെയ്യാതെ മതാന്ധതയാൽ തിമിരം ബാധിച്ച് മാനവ സമൂഹത്തിന് നിർണായകമായ ഒരു നന്മയും സംഭാവന ചെയ്യാതെ
കടുത്ത അരക്ഷിതാവസ്ഥകൾ മാത്രം നിരന്തരമായി സമ്മാനിക്കുകയും നിരപരാധികളുടെ ചോരയിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഈ തീവ്രവാദി കൂട്ടങ്ങൾ മാനവ സമൂഹത്തിന്റെ നെറ്റിയിലെ അർബുദ വ്യാധിയായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യമെന്നും മതേതരത്വമെന്നും സമാധാനമെന്നും ഒക്കെ പറഞ്ഞ് ചുണ്ടു ചലിപ്പിക്കുന്ന ഒറ്റപ്പെട്ട ജൽപ്പനങ്ങൾ ഉയർന്നു കേട്ടാലും മറ്റു മതസ്ഥർ കൂട്ടമായി സംഗമിക്കാൻ സാധ്യതയുള്ള ഇടം തേടി അലയുകയാണ് ഇത്തരം തീവ്രവാദികൾ എന്ന കാര്യം ഏവരുടെയും മനസ്സിൽ ദീർഘമായ ഒരു ഓർമ്മയായി ഇരിക്കുക തന്നെ വേണം. പോയ വർഷത്തിന്റെ അവസാനവും പുതുവർഷത്തിന്റെ ആരംഭത്തിലുമായി ലോകത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ രാഷ്ട്രങ്ങളായ ജർമ്മനിയിലും അമേരിക്കയിലും തീവ്രവാദികൾ നടത്തിയ ആൾക്കൂട്ട ആക്രമണങ്ങളിലും വെടിവെപ്പുകളിലുമായി കൊല്ലപ്പെട്ടത് നിരവധി ആളുകളാണ്. മാരകമായി പരിക്കേറ്റത് നൂറുകണക്കിന് ആളുകൾക്കാണ്. മറക്കരുത് അതൊന്നും. ക്രിസ്തുമസിന് വെറും 2 ദിവസം മുൻപായിരുന്നു ജർമ്മനിയിലെ മാഗ്ഡെബർഗിലെ ക്രിസ്തുമസ് മാർക്കറ്റിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി പിഞ്ചു കുഞ്ഞിനെ അടക്കം കൊന്നു കൊല വിളിച്ചുകൊണ്ട് ഒരു തീവ്രവാദി തന്റെ രോക്ഷം പ്രകടമാക്കിയത്. 2000-ഓളം ക്രിസ്തുമസ് മാർക്കറ്റുകൾ ഉണ്ടായിരുന്ന ജർമ്മനിയിൽ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ആ വെള്ളിയാഴ്ച വൈകുന്നേരം മാഗ്ഡെബർഗിലെ ക്രിസ്തുമസ് മാർക്കറ്റിൽ ഷോപ്പിങ്ങിനായി ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുമ്പോഴായിരുന്നു കൊലപാതകം മാത്രം ലാക്കാക്കി ആ കാറ് അവരുടെ മുകളിലേക്ക് പാഞ്ഞ് കയറിയത്. ഈ മാരക കുറ്റകൃത്യം ചെയ്തത് ഒരു തീവ്രവാദി ആണെന്ന് സുബോധമുള്ളവരും അല്ലെന്ന് തീവ്രവാദികൾക്കായി കരയുന്ന മാധ്യമങ്ങളും വാർത്ത എഴുതി അങ്ങ് പെരുക്കുകയുണ്ടായി. എന്നാൽ അതിന് പുറകെ വന്ന വാർത്ത സൗദി അറേബ്യയിലെ ഹോഫിൽ നിന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരനായി ജർമ്മനിയിലെത്തി കാലാന്തരത്തിൽ ജർമ്മൻ പൗരത്വം നേടി അവിടെ ഡോക്ടറായി പണിയെടുത്തുകൊണ്ടിരുന്ന തലേബ് എന്ന ആളായിരുന്നു ആ ആക്രമണം നടത്തിയത് എന്നായിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു ഡോക്ടർക്ക് പറ്റിയ ചെറിയ പിഴവാണ് എന്നും ഈ സംഭവത്തിന് തീവ്രവാദവുമായി ഒരു ബന്ധമില്ല എന്നുമുള്ള മട്ടിലായിരുന്നു പിന്നത്തെ വാർത്തകൾ. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ സൗദിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേട്ട് ഏവരും അമ്പരന്ന് പോവുകയായിരുന്നു. സൗദിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമാന മനസ്കർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് വർത്തിച്ച ഇയാൾക്ക് കടുത്ത തീവ്രവാദ ബന്ധം ഉണ്ട് എന്നും മനുഷ്യക്കടത്ത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നീ കുറ്റകൃത്യങ്ങൾക്ക് സൗദി പോലീസ് അന്വേഷിക്കുന്ന പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഇയാളെന്നും ജർമ്മനിയിൽ ഉണ്ടെന്നറിഞ്ഞ ഇയാളെ കൈമാറാൻ സൗദി അറേബ്യ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അതിന് ജർമ്മനി തയ്യാറാകാതെ ഇരുന്നതാണ് എന്നുമുള്ള വിവരങ്ങൾ കേൾക്കുമ്പോൾ പകച്ച് പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? വിഷകൊരനാണെന്ന് കണ്ട് പൗരത്വം കൊടുത്ത് ജർമ്മനി ആദരിച്ചവൻ അവരുടെ വിലപ്പെട്ട ജീവനുകൾ എടുത്തുകൊണ്ടാണ് നന്ദി കാണിച്ചത്. അതാണ് തീവ്രവാദി. അവർക്ക് അങ്ങനെയാകാനേ കഴിയൂ. ഈ തീവ്രവാദിയെ ജർമ്മൻ പോലീസ് തീർക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഇത്. ജർമ്മനിയിൽ ഇത് ആദ്യത്തെ സംഭവം ആയിരുന്നില്ല. മൾട്ടി കൾച്ചറലിസത്തിന്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരുകൾ യൂറോപ്പിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന തീവ്രവാദികളുടെ മുഖമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് 2016 ക്രിസ്തുമസ് മാർക്കറ്റിലേക്കും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായത്. അന്ന് ഒരു ഇസ്ലാമിക തീവ്രവാദി ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്നവരുടെ ഇടയിലേക്കാണ് ട്രക്ക് ഓടിച്ചു കയറ്റിയത്. ആ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ നടന്ന വെടിവെപ്പിലാണ് ആ ആക്രമി കൊല്ലപ്പെടുന്നത്. മുൻപ് ഇസ്ലാമിസ്റ്റ് കത്തി ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ളത്. ജൂണിൽ മാൻഹൈമിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കത്തി ആക്രമണത്തിൽ കൊന്നത് അഫ്ഗാനിസ്ഥാൻകാരനായ ഒരു ഇസ്ലാമിക തീവ്രവാദിയായിരുന്നു. ഓഗസ്റ്റിൽ പടിഞ്ഞാറൻ നഗരമായ സോളിംഗനിൽ നടന്ന തെരുവ് ഉത്സവത്തിനിടെയുണ്ടായ സിറിയൻ IS തീവ്രവാദിയുടെ കുത്തേറ്റ് 3 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങളും സ്ഫോടനങ്ങളും കത്തിക്കുത്തുകളും ജർമ്മനിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തര സംഭവങ്ങളായിരുന്നു. അതിപ്പോൾ അമേരിക്കയിലും ആവർത്തിക്കുകയാണ്. ന്യൂ ഓർലാൻഡ്സിലെ കൊലപാതകി ആൾക്കൂട്ടത്തിന്റെ മുകളിലേക്ക് വാഹനം കയറ്റിയ ശേഷം സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർക്കുകയും അവർ തിരിച്ചു നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇയാളുടെ അന്തർദേശീയ തീവ്രവാദ ബന്ധം ഉറപ്പിച്ചുകൊണ്ട് ഇയാൾ ഓടിച്ച വാഹനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പതാക കണ്ടെടുക്കുകയും ചെയ്തതോടെ ഈ ആക്രമണത്തിന്റെ പിന്നിൽ ഐസിസ് ആണെന്ന കാര്യം തീർപ്പ് ആയിരിക്കുകയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ തീർത്തുവിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ
ട്രംപിന് ഭീഷണിയായി തല പൊക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അമേരിക്കയിലെ ലൂസിയാന സ്റ്റേറ്റ് ടൂറിസം വ്യവസായത്തിന്റെ കേന്ദ്ര ബിന്ദുവും സംസ്ഥാനത്തിന്റെ വലിയ വരുമാന സ്രോതസ്സുമാണ് ഈ ന്യൂ ഓർലാൻഡ്സ് എന്ന് പറയുന്ന ഈ പ്രദേശം. അവിടെ ചരിത്ര പ്രസിദ്ധമായ ഫ്രഞ്ച് ക്വാർട്ടറിലെ കനാൽ, ബർബൺ സ്ട്രീറ്റുകൾ എന്നിവയ്ക്ക് സമീപമാണ് കൂട്ടക്കൊല നടന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ന്യൂ ഓർലാൻഡ്സ്. ജോർജിയ സർവകലാശാലയിലെയും നോട്രഡാമിലെയും ടീമുകൾ പങ്കെടുക്കുന്ന ഷുഗർ ബൗൾ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ഫുട്ബോൾ മത്സരത്തിനായി നഗരം ആതിഥേയത്വം വഹിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഒരുപക്ഷെ ഈ തീവ്രവാദി പുതുവത്സര ദിവസം വിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞായിരുന്നു ഈ കൊലവിളിയുമായി ഇറങ്ങിയിരുന്നത് എങ്കിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കാര്യമായ തോതിൽ വർദ്ധിക്കുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ. ലോക പോലീസായി നടക്കുന്ന അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ അടിപതറാനുണ്ടായ മൂലകാരണങ്ങൾ അധികാരം നിലനിർത്താൻ വേണ്ടി ലിബറലുകളോടും ഇടതരോടും ഇസ്ലാമിസ്റ്റുകളോടും കമലാ ഹാരിസും ബൈഡനും അടങ്ങുന്ന ഡെമോക്രാറ്റിക് നേതൃത്വം കാട്ടിയ മൃദു സമീപനം തന്നെയാണ്. എന്തായാലും ഡെമോക്രാറ്റിക് ഭരണത്തിന്റെ അവസാനത്തിൽ തന്നെ ഉണ്ടായ ഈ ദാരുണ സംഭവങ്ങളെ കുറിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള അക്രമത്തിനും ന്യായീകരണമില്ല എന്നും തങ്ങളുടെ രാജ്യത്തെ ഏതെങ്കിലും കമ്മ്യൂണിറ്റികൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ആക്രമണത്തെയും തങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നുമായിരുന്നു. എന്നാൽ ബൈഡന്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് അടുത്ത സ്ഫോടനവും നടന്നു എന്നത് അമേരിക്കക്കാരെ മാത്രമല്ല ലോകത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ. USA ലാസ് വെഗാസിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് മുന്നിൽ ഒരു ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ലൂസിയാനയിൽ നടന്ന കാർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നതിനാൽ ട്രക്കിന് തീപിടിച്ച് 4 മിനിറ്റിന് ശേഷം ലാസ് വെഗാസ് ഫയർഫോഴ്സ് സംഘം പാഞ്ഞ് എത്തുകയും തീ കെടുത്തുകയും പരിക്കേറ്റവരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പുതിയ ഒരു വർഷം പിറന്നിട്ട് തുടർച്ചയായ 2ാമത്തെ അനിഷ്ട സംഭവം സംഭവിച്ചത് കണ്ട് അമേരിക്കൻ ജനത വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ പതിവ് പോലെ തീവ്രവാദ ബന്ധമൊന്നും ഇല്ല എന്നും സ്ഫോടനം യാദൃച്ഛികമാണെന്നുമുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ സമഗ്രമായ പരിശോധനയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ട്രക്കിനകത്ത് പടക്കങ്ങളും ഗ്യാസും നിറച്ചു വെച്ചിട്ട് അതിലിരുന്നയാൾ തീ കൊളുത്തി സ്ഫോടനം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ്. പൊട്ടിത്തെറിയിൽ ഇയാൾ മരിക്കുകയും 7ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രക്കിൽ നിറച്ചിരുന്ന സ്ഫോടക വസ്തുക്കളെ ഒരു ഡിറ്റനേഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരുന്നുവെന്നും ഇതിനെ ഡ്രൈവർ നിയന്ത്രിക്കുകയായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൃത്യമായ തീവ്രവാദ ആക്രമണമാണ് ഇത് എന്നും ട്രംപ് മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ടയാളും ടെസ്ല സിഇഒയുമായ എലോൺ മസ്കും പ്രസ്താവിച്ചതിന് പുറകെ പുറത്തു വരുന്ന വാർത്തകൾ ആരെയും അമ്പരപ്പിക്കാൻ പോകുന്നതായിരുന്നു. ലാസ് വെഗാസിൽ പൊട്ടിച്ചിതറിയ ടെസ്ല സൈബർ ട്രക്കും ന്യൂ ഓർലാൻഡ്സിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറിയ SUV കാറും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കമ്പനിയായ ട്യൂറോ ആപ്പ് വഴി വാടകയ്ക്ക് എടുത്തതാണ് എന്നുള്ളത്. ട്യൂറോയുടെ വക്താക്കൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എങ്കിലും അവർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഈ 2 ആക്രമണങ്ങൾ തമ്മിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റ് ആക്രമണങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും കണക്ടിവിറ്റി തങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അതിന്റെ പുരോഗതി എന്തായിരിക്കുമെന്നും ആരൊക്കെ അതിൻ്റെ ഉള്ളിൽ പ്രതി ചേർക്കപ്പെടും എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. വരുന്ന 20-ാം തീയതി അധികാരമേൽക്കുവാൻ പോകുന്ന തെരഞ്ഞെടുക്കപ്പെട്ട US പ്രസിഡന്റിന്റെ ക്യാബിനറ്റിലെ പ്രധാന ഉപദേഷ്ടാവാണ് ലോകത്തിലെ അതിസമ്പന്നനായ കോടീശ്വരൻ, ട്രംപിനെ പോലെ തന്നെ കടുത്ത യാഥാസ്ഥിതിക ചിന്തകനും മൂല്യബോധവുമുള്ള ക്രൈസ്തവനും മാധ്യമ രാജാവുമൊക്കെയായ എലോൺ മസ്ക്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്രംപ് മസ്കിനെ നോട്ടമിട്ടിരുന്നു. പിന്നീട് തന്റെ മാധ്യമത്തിനായി മസ്ക് ട്രംപിനെ അഭിമുഖമെടുത്തപ്പോൾ താൻ പ്രസിഡന്റ് ആയാൽ ക്യാബിനറ്റിൽ മസ്കും ഉണ്ടായിരിക്കുമെന്ന ഉറപ്പ് അന്ന് ട്രംപ് നൽകിയിരുന്നു. അതെല്ലാം കൃത്യമായി തന്നെ നിറവേറുകയുണ്ടായി. എന്നാൽ ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിനും അധികാരമേൽക്കുന്നതിനും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ട്രംപ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഉക്രൈൻ റഷ്യയിലേക്ക് തൊടുത്ത ബ്രിട്ടീഷ് നിർമ്മിത മിസൈലായാലും റഷ്യൻ ആണവ തലവൻ കിറലോവിന്റെ കൊലപാതകമായാലും പിന്നെ പുതുവർഷത്തിൽ തുടർച്ചയായി US നടന്ന സ്ഫോടന പരമ്പരയായാലും ഉദ്ദേശം ട്രംപിനെ സമ്മർദ്ദത്തിൽ ആക്കുക എന്നത് തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ലിബറൽ ആശയത്തിൽ അഭിരമിച്ച കർത്താവിനെ വേണ്ടെന്ന് വെച്ച് ലോകത്തിനൊപ്പം കൂടിയ അമേരിക്കക്കാരിൽ പലരും കർത്താവില്ലെങ്കിൽ അമേരിക്ക നിലംപൊത്തുമെന്ന് മനസ്സിലാക്കി
അവർ ട്രംപിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. ട്രംപിനെ പോലെ തന്നെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ആളായ മസ്കും ആ കാര്യത്തിൽ തന്റെ മാധ്യമ സ്വാധീനങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയപ്പോൾ അമേരിക്കയിൽ ക്രൈസ്തവ വിശ്വാസം കൂടുതൽ ശക്തമാവുകയും പൈശാചിക ശക്തികൾ അചിരേണ നിലം പൊത്തുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. സ്ത്രീ പുരുഷ വിവാഹമല്ലാതെ മറ്റൊരു തരം വിവാഹവും അമേരിക്കയിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നും ലിബറൽ നയങ്ങളുടെ ദൗർബല്യത്തിൽ കടിച്ചു തൂങ്ങി അമേരിക്കയിൽ ചേക്കേറിയ സകലരെയും പുറത്താക്കുമെന്നും ട്രംപ് പറഞ്ഞതോടെ തിന്മയുടെ ശക്തികൾക്കും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക വക്താക്കൾക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഏത് ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചും ആഗോള കച്ചവട കുത്തകകളെ കൈപ്പിടിയിൽ ഒതുക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ചൈനയും ഉത്തര കൊറിയയും ട്രംപ് മസ്ക് ബിസിനസ് മാഗ്നറ്റ് ദ്വയങ്ങളുടെ നീക്കത്തിൽ അപകടം വളർത്തത്. പോരാഞ്ഞിട്ട് ഇറക്കുമതി ചുങ്കം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുകയുണ്ടായി. നിഗൂഢ ശക്തികളുടെയും ഡീപ് സ്റ്റേറ്റുകളുടെയും നട്ടല്ലൊടിക്കുന്ന ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ ട്രംപിനെ അനുവദിക്കാതിരിക്കുക, സമ്മർദ്ദത്തിലാക്കി പിന്തിരിപ്പിക്കുക, അതൊക്കെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ എല്ലാം എന്നുള്ള കാര്യം വളരെ സുവ്യക്തമാണ്. അതിനിടയ്ക്ക് മികച്ച ടെക്നീഷ്യന്മാരായ തൊഴിലാളികളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന H-1B വിസയ്ക്കായി സമ്മർദ്ദമുയർത്തിയ മസ്കിന്റെ പ്രഥമ നീക്കത്തിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനെ റിപ്പബ്ലിക്കൻ അണികളിൽ ചിലർ എതിർത്തിരുന്നു എങ്കിലും ട്രംപ് മസ്കിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം മൈ ഫ്രണ്ട് എന്നൊക്കെ ട്രംപ് വിളിക്കുന്ന ഇന്ത്യയോടും തന്റെ വലം കൈയായ ഇസ്രായേലിനോടുമൊക്കെയുള്ള പരിഗണനകൾ മുൻനിർത്തി തന്നെയാണ് ട്രംപ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള പ്രൊഫഷണലുകളെ മാത്രം ഇനിയുള്ള കാലത്ത് അമേരിക്കയ്ക്ക് മതി എന്നും അല്ലാതെ തീവ്രവാദികളെ അമേരിക്കയിൽ കയറ്റുകയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ. ഇതിനിടയിൽ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD-യെ പിന്തുണച്ച് മസ്ക് എക്സിൽ പോസ്റ്റ് ഇട്ടത് ജർമ്മനിയെ ആകെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ജർമ്മനിയിൽ സർക്കാർ വീണതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് AfD-യുടെ നയങ്ങളെ പുകഴ്ത്തിയും ജർമ്മനിയെ രക്ഷിക്കാൻ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയെ കൊണ്ട് മാത്രമേ പറ്റൂ എന്ന് ശക്തമായി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നത്. അത് കത്തിക്കുത്ത് കലാപരിപാടികളും ഒക്കെയായി നടക്കുന്ന ചില ക്ഷുദ്ര ശക്തികൾക്ക് ഇടിത്തീയായിട്ടാണ് മാറിയിരിക്കുന്നത്. സർവശക്തനായ ദൈവം തന്റെ പ്രത്യേക ഉദ്ദേശത്തിനായി തന്നെയാണ് ട്രംപിനെ അധികാരത്തിൽ ഏറ്റിയിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അല്ലാതിരുന്നുവെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് മാത്യു ക്രൂക്സ് എന്ന ക്രിമിനലിന്റെ ആ വെടിയുണ്ടയേറ്റ് പെൻസിൽവാനിയയിൽ വെച്ചോ, റയാൻ വെസ്ലിയുടെ വെടിയേറ്റ് ഫ്ലോറിഡ ക്ലബിന്റെ അടുത്ത് വെച്ചോ ട്രംപ് കൊല്ലപ്പെട്ടനെ. ട്രംപും മസ്കുമെല്ലാം ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. അവന്റെ ഉദ്ദേശമേ നടക്കൂ. അമേരിക്ക മാറുക തന്നെ ചെയ്യും. ക്രൈം നെവർ പേയ്സ് എന്നത് ലോകപ്രശസ്തമായ ഉദ്ധരണിയാണ്. വിശദമായി പറഞ്ഞാൽ ഒരു കുറ്റകൃത്യവും വിശേഷിച്ച് ഒരു ലാഭവും സുഖവും അത് ചെയ്യുന്നവന് നൽകുകയില്ല എന്നുള്ളത് തന്നെയാണ്. താൽക്കാലികമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ കനത്ത തിരിച്ചടികൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന സത്യമാണ് ഈ ആപ്തവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് അടിസ്ഥാനമാക്കി നിരവധി സിനിമകളും കഥകളും അടക്കം അനേകം സൃഷ്ടികൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദുഷ്ടന്മാരും ദൈവഹിതത്തിന് വിരുദ്ധമായ തീവ്രവാദികളും ഭീകരന്മാരും മനുഷ്യച്ചോര കൊണ്ട് ഇഷ്ടദൈവത്തിന് തർപ്പണം നടത്താൻ ഇറങ്ങി പുറപ്പെടുന്നവരും ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണിത്. ആ യാഥാർത്ഥ്യം മുഴു ലോകത്തിന്റെയും മുന്നിൽ ഒരു ദൃഷ്ടാന്തമായി ഇപ്പോൾ തുറന്ന് വെച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു കാലത്ത് ഇസ്ലാമിക തീവ്രവാദികളെ പാലൂട്ടി പരിപോഷിപ്പിക്കുന്നതിൽ മത്സരിച്ചിരുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. എന്നാൽ കാലാന്തരത്തിൽ അഫ്ഗാനിസ്ഥാൻ പടച്ചുവിട്ട താലിബാൻ എന്ന കേരളത്തിലെ ചിലരുടെ വിസ്മയ സംഘടനയായ അഫ്ഗാനിസ്ഥാന്റെ മതഭരണകൂടത്തെ അട്ടിമറിച്ച് ബലാത്കാരമായി ഭരണം പിടിച്ചെടുത്ത തീവ്രവാദ പ്രവർത്തനവും പൊട്ടിത്തെറിയും നടത്താൻ ആഗ്രഹിച്ച ചിലർ അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയുണ്ടായി. എന്നാൽ സ്ഫോടനം നടത്താനും കൊള്ളിവെക്കാനും തദ്ദേശീയർ അവിടെ ഉള്ളപ്പോൾ പുറത്തുനിന്ന് ആള് വന്ന് അതൊക്കെ ചെയ്യുന്നത് കണ്ട് കുപിതരായ പാകിസ്ഥാനികൾ അവരെ വന്ന വഴിക്ക് തന്നെ തിരിച്ച് തല്ലിയോടിക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 2021 എന്ന കാലം മുതൽ യുദ്ധ ആസക്തിയോടെ മുന്നോട്ട് പോയ ആഗോള തീവ്രവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരായ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ വലിയ ആക്രമണങ്ങൾക്ക് വഴിമാറിക്കൊടുത്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിലെ ഭീകര ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 56% വർദ്ധിച്ചത്. 500 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 1500-ൽ അധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി.
ഇതിൽ താലിബാനികളുടെ പങ്ക് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നതോടെ മത തീവ്രവാദം കുത്തകയാക്കി ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് അരക്ഷിതാവസ്ഥകൾ കുത്തി നിറച്ചവർ തമ്മിൽ തല്ലുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അഫ്ഗാനിസ്ഥാന്റെ കിഴക്ക് പക്തിക എന്ന സ്ഥലത്ത് താലിബാന്റെ കയ്യാളുകളായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തി 48ഓളം ആളുകളെ കൊന്ന് തള്ളിയത്. പാകിസ്ഥാന്റെയും പിന്നെ താലിബാന്റെയും പേരിൽ ഉണ്ടാക്കിയ ഭീകര പ്രസ്ഥാനം ഇപ്പോൾ പാകിസ്ഥാന് അസ്വസ്ഥതയുണ്ടാക്കുകയാണ്. തീവ്രവാദി ആക്രമണത്തിന്റെ കെമിസ്ട്രി പാകിസ്ഥാനിൽ നിന്ന് ദക്ഷിണ കൊടുത്ത് പഠിച്ച താലിബാനികൾ കളരിക്ക് പുറത്തു പോയതോടെ ആശാന്റെ നെഞ്ചത്തേക്ക് തന്നെ കൊടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണല്ലോ പാരമ്പര്യങ്ങളും. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളിലേക്ക് ചെറുപീരങ്കികൾ ഉപയോഗിച്ച് കനത്ത ആക്രമണം അഴിച്ചുവിട്ട താലിബാൻ 2 പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്നത്. ഗോസ്ത് പ്രവിശ്യയിലെ അലീഷിർ ജില്ലയിൽ അഫ്ഗാൻ അതിർത്തി സേന നിരവധി ബോംബാക്രമണങ്ങൾ നടത്തി. താലിബാന്റെ തിരിച്ചടിയിൽ 19 പാക് സൈനികരും 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. മതത്തിന്റെ പേരിൽ മാത്രം തീവ്രവാദികളെ പരിപോഷിപ്പിച്ച് ഇന്ത്യയടക്കമുള്ള ലോകരാഷ്ട്രങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി വർത്തിച്ച പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ പരസ്പരം നടത്തുന്ന ആരോപണങ്ങൾ അങ്ങേയറ്റം കൗതുകകരമായി മാറിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് ബംഗ്ലാദേശിലെ ഭരണം കുട്ടിച്ചോറാക്കി മാറ്റിയതിൽ മുഖ്യ പങ്ക് പാക് അഫ്ഗാൻ തീവ്രവാദികൾക്ക് ഉണ്ട്. ആ സംഘർഷം മുറ്റി നിൽക്കുന്ന സമയത്ത് തന്നെ അടയും ചക്കരയുമായിരുന്ന തീവ്രവാദികൾ അടിച്ചു പിരിയുന്നതും പരസ്പരം പെല്ലറ്റ് കയറ്റി ചത്തു വീഴുന്നതും കാലം കാത്തുവെച്ച കാവ്യനീതി തന്നെയാണ്. ജനവിരുദ്ധ നയങ്ങളും മത തീവ്രവാദങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ഒരു രാജ്യത്തിനും സ്ഥായിയായ സന്തോഷം നൽകുകയില്ല എന്നും എന്നെങ്കിലും ഭീകരതയുടെ വ്യാളികൾ വായി പിളർന്ന് പടച്ച് വിട്ടവനെ തന്നെ വിഴുങ്ങും എന്നും ഭീകര സാമ്രാജ്യങ്ങൾ ഛിദ്രിച്ച് തമ്മിൽ തല്ലി തകർന്ന് തരിപ്പണമാകുമെന്നും മനുഷ്യച്ചോര കൊണ്ട് ആലയങ്ങൾ കെട്ടിപ്പടുത്ത തീവ്രവാദ തമ്പുരാക്കന്മാർ വെള്ളം കുടിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് വീണ്ടും വീണ്ടും. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.